ഹായ് ഗായ്സ്, അപ്പൊ ഇന്ന് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ഗീവ്. എന്താണ് നീ കാണിക്കുന്നത്? നമ്മുടെ ഈ ജോജി തമ്പിയെ അല്ലെങ്കിൽ ഈ ഗിവ് അവേ കൊടുക്കുന്ന ആൾക്കാരെ കളിയാക്കിയ നമ്മുടെ അർജു ലോകത്തിൽ എന്താ മഹാന ഉള്ള കാര്യം ഉള്ളതുപോലെ തുറന്ന് പറയുന്ന എന്റെ സ്വഭാവം നമ്മൻ അറിയാലോ, അതുകൊണ്ട് പറഞ്ഞാ ഒന്നും തോന്നരുത് കേട്ടോ. എനിക്കൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ലല്ലോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഇവനൊക്കെ എവിടെ നിന്ന് വരുന്നതാ? എനിക്ക് നിങ്ങളുടെ നല്ലതും എനിക്ക് കുറച്ച് പുണ്യം കിട്ടിയാൽ മതി, അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത്. പിന്നെ സ്പോൺസേഴ്സ് ഇരുന്ന് 7 ലക്ഷം രൂപ ഫോളോവേഴ്സ്. കണക്കില്ലാത്ത പണമുള്ളത് കൊണ്ടല്ല ഞാനിതൊക്കെ ചെയ്യുന്നത്, പിന്നെ മനസ്സിന്റെ ഒരു തൃപ്തി. നിങ്ങൾ എന്റെ അക്കൗണ്ടും യവന്റെ അക്കൗണ്ടും ഇവന്റെ മാമീനെ എന്റെ മാമീനെ നമ്മുടെ ബ്രാൻഡ് പാർട്ണർ 5000 രൂപ കൊടുക്കുന്നില്ല പാവം. അവന്റെ വെളിവേട് ഞാൻ മാറ്റും. നിങ്ങൾക്ക് ഈ 5000 രൂപ ഞങ്ങള് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുതരും. അയാൾക്ക് എന്താ ഇത്ര വിരോധം നിന്നോട്? അതൊക്കെ പറയാമെന്ന് വെച്ചാൽ ഒത്തിരി ഉണ്ട്. എടാ, ഞാൻ ഈ ലഹരിക്കെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോഴല്ലേ നിന്റെയൊക്കെ ഈ കുരു പൊട്ടം തുടങ്ങിയത്? നമ്മൾ സന്മനസ് കൊണ്ട് ചെയ്യുന്നതൊന്ന്, അവർ ധരിക്കുന്നത് മറ്റൊന്ന്. ഇപ്പൊ കണ്ടില്ലേ? ഇനിയും പറയും, ഇനിയും പ്രതികരിക്കും. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ഞാൻ ചെയ്യും. എന്നെ വേണേ 2 അടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. ഇവന്മാർക്ക് എന്നെ നെഗറ്റീവ് പറയാൻ വേണ്ടി ഒന്നുമില്ല. പിന്നെ ഞാൻ ചെയ്യുന്ന സഹായങ്ങൾ കാണിക്കാനും റീച്ചിനും വേണ്ടി എന്നാണ് ഇവന്മാര് പറയുന്നത്. കള്ളനവൻ പെരുങ്കള്ളൻ ആയിക്കോട്ടെ, എടാ കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ ചെയ്യുന്നില്ലേ? ഏറ്റവും ഡിസേർവിംഗ് ആയുള്ള ഒരു കുട്ടിയെ ഞാൻ ഡോക്ടറിനെ പഠിപ്പിക്കുന്നില്ലേ? നിങ്ങൾ ആരും നല്ലത് കാണില്ല, ഒരുത്തന്റെ തെറ്റുകൾ മാത്രമേ കാണൂ. സുഹൃത്തേ, ഇത് ശരിയല്ല. എടാ, ഈ കുറ്റം പറയാൻ നീയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടാണ് ഈ പറയുന്നെങ്കിൽ അതിനൊരു അന്തസ്സുണ്ട്. അപ്പൊ നീയൊക്കെ ഒറ്റ മൈൻഡി പറയും ഞങ്ങൾ കാണിക്കാതെ ചെയ്യുന്നുണ്ട്, തേങ്ങ ചെയ്യുന്നുണ്ട്. നീയൊക്കെ മര്യാദക്കാണെങ്കിൽ കരീംഭായ് ബഹുത്ത് അച്ഛാ ആദ്മി ഹൈ. തെറ്റാൽ എവിടുന്നാണ് ശക്തി വരുന്നത് എനിക്ക് തന്നെ അറിയില്ല. ചുമ്മാ ഒന്ന് ഇങ്ങനെ കൊണ അടിക്കാൻ എല്ലാവർക്കും പറ്റും, അത് ചെയ്ത് കാണിക്കാനാ പാട്. ഇതിലൊക്കെ 100 കുഴപ്പങ്ങളുണ്ട്, അത് നിങ്ങൾ ആലോചിക്കണം. എടാ, പിന്നീട് നീയൊക്കെ ഈ കുറ്റം പറഞ്ഞ ഈ ഗീവയുടെ കാര്യമില്ല. എടാ, എന്റെ സ്വന്തം വണ്ടി ഗീവവേ കൊടുത്തിട്ടാണ് ഞാൻ കേരളത്തിൽ ഈ ഗീവവേ ട്രെൻഡ് ആക്കി എടുത്തത്. നമ്മുടെ തൊഴിൽ ചെയ്യുന്ന മറ്റുള്ളവരിൽ നിന്നും ഞാൻ ഇവിടെ വ്യത്യസ്തനാവുകയാണ്. എടാ, നിന്റെയൊക്കെ ഈ സോക്കേട് കാരണമാണ് ഞാൻ ഇപ്പൊ എന്റെ പേജ് ഫോളോ ചെയ്യാൻ പറയാതെ ബ്രാൻഡ് പാർട്ണേഴ്സിന്റെ പേജ് മാത്രം ഫോളോ ചെയ്യാൻ പറയുന്നത്. കഴിപ്പണം കെട്ടവന്മാരെ കൊണ്ട് ഒരു ഇരിക്കെ പുറതെയില്ല ചെല്ല. എടാ, ഈ ഗീവവേസ് കിട്ടി എത്രയോ പേരുടെ ജീവിതമാണ് മാറി പറഞ്ഞിട്ടുള്ളത്. അറിയാമോ? അറിയില്ല, എന്നാ അറിയണം. പിന്നെ ഈ ഗീവവേ ചെയ്തു കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ക്യാഷിന്റെ ഭൂരിഭാഗവും ഞാൻ പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഒരു മൈക്ക് കൂടെ വാങ്ങിച്ചു തരാം, നാട് മുഴുവൻ വിളിച്ചു പോകും. ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ആരുടെയും കുടുംബസ്വത്തല്ല. ആർക്കും ആരെയും കുറ്റം പറയാം, ആർക്കും ആരെയും ട്രോളാം. പക്ഷെ ആ ചെയ്യുന്നതിനൊക്കെ ഒരു എത്തിക്സ് വേണം. സംഗതി നമ്മൾ ചെയ്യുന്നത് ചീപ്പാണെങ്കിലും അതിന് സ്റ്റാൻഡേർഡ് വേണ്ടേ? എത്രയൊക്കെ നല്ലത് ചെയ്താല് കുറ്റം പറയാൻ വേണ്ടി മാത്രം കുറെ ഉണ്ടല്ലോ. സമ്മതിക്കണം ഇവനെ. ആവശ്യമില്ലാത്ത കാര്യത്തിന് അവിടെ നിന്ന് എന്തിനാ കയറി ഇടപെടുന്നത്? ഇതൊന്നും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. അർജുവിന്റെ ഒരു ചെറിയ കയ്യിൽ നിന്ന് പോയൊരു സാധനം ഞാൻ കാണിച്ചു തരാം. അയാൾ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? യൂട്യൂബർ അർജു ചെയ്യുന്നതോ? ഞാൻ ഒരു രൂപ കൊണ്ട് സൂപ്പിയിൽ ഇന്ത്യയുടെ സ്വന്തം ഗെയിമായി ലുഡോ കളിച്ച് ലക്ഷങ്ങൾ ഉണ്ടാക്കി. എന്താ ഉറക്കം വരുന്നു? മതി, ഇത്രയും മതി, ഇനി നമുക്ക് കളിക്കാം. ഈ ലുഡോ എന്ന് പറയുന്ന ഗെയിം എന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് രൂപ അവരിൽ നിന്ന് പ്രതിഫലവും വാങ്ങിച്ചുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ അർജുവിന്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എവിടെ പോയി എന്നുള്ളതാണ്. അതും കുറ്റം, പിന്നെ അത് കിട്ടണം. ഈ 5000 രൂപ ഞങ്ങള് ആദ്യം നീ നന്നാ നോക്ക്, എന്നിട്ട് സ്വയം നന്നാക്കിയാൽ മതി.